ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് കാൽ നൂറ്റാണ്ട്. 1999 മെയ് മുതൽ 2.5 മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ 500ഓളം സൈനികരാണ് വീരമൃത്യു വരിച്ചത്. പാക് സൈന്യത്തിനെതിരെ ഇന്ത്യ നേടിയ ഐതിഹാസിക വിജയത്തിന്റെ സ്മരണ പുതുക്കുകയാണ് കാർഗിൽ വിജയ് ദിവസം. മഞ്ഞു പുതഞ്ഞു കിടക്കുന്ന കശ്മീർ താഴ്വരയിൽ കൂട്ടം തെറ്റിപ്പോയ 2 യാക്കുകളെ തെരയുകയായിരുന്നു ആട്ടിടയന്മാർ. പെട്ടെന്നാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപം ആയുധധാരികളായ അപരിചിതർ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വിവരം ഇന്ത്യൻ സൈന്യത്തെ അറിയിച്ചു. അതുകേട്ട സധൈര്യം പുറപ്പെട്ടതാണ് ക്യാപ്റ്റൻ സൗരഭ് കാലിയയും സംഘവും. അവരെ ക്രൂരമായി പീഡിപ്പിച്ച് പാക് സേന ജീവൻ അപഹരിച്ചു. കശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുക, ലഡാക്കിനെയും സിയാച്ചിനെയും വെട്ടിമുറിക്കുക, ഇതായിരുന്നു പാക് സേനയുടെ ലക്ഷ്യം. ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ പാക് സൈന്യത്തിനായിരുന്നു. ഇന്ത്യൻ സേന മുകളിലേക്കു കയറണം, പാക് സൈന്യം താഴേക്കു വരുന്ന നിലയിലും. ആദ്യ ദിവസങ്ങളിൽ ഇന്ത്യ നേരിട്ട തിരിച്ചടികൾക്ക് കാരണം ഇതായിരുന്നു. മെയ് 3 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക ദൗത്യം പ്രഖ്യാപിച്ച് ഇന്ത്യ പോരാട്ടം തുടങ്ങി. പിന്നീട് ലോകം സാക്ഷിയായത് 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷമുള്ള വലിയ സൈനിക ഏറ്റുമുട്ടലിനായിരുന്നു. വനിതാ ഫ്ലൈയിംഗ് ഓഫീസർമാർ നേരിട്ട് പങ്കെടുത്ത ആദ്യ യുദ്ധമെന്ന പ്രത്യേകതയും കാർഗിൽ യുദ്ധത്തിനുണ്ട്. ഫ്ലൈറ്റ് ലഫ്റ്റനന്റുമാരായ കുഞ്ചൻ സക്സേനയും ശ്രീവിദ്യാരാജനും ഹെലികോപ്റ്റർ പറത്തി യുദ്ധമുഖത്തിറങ്ങി. തുടർന്ന് ടോളോലിംഗ്, ടൈഗർ ഹിൽ, പോയിന്റ് 4875 തുടങ്ങിയ തന്ത്രപ്രധാന സ്ഥലങ്ങൾ തിരിച്ചുപിടിച്ചു. 500ഓളം ഇന്ത്യൻ സൈനികർക്കും 700-ലധികം പാക് സൈനികർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ജൂലൈ 26 ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ഓപ്പറേഷൻ വിജയ് വിജയകരമെന്ന് പ്രഖ്യാപിച്ചു. യുദ്ധം അവസാനിച്ചു. और आपने देखा कि सफलता मिली, बहादुर जवानों के पराक्रम के कारण सफलता मिली. कारगिल की चोटियों पर हमारे जवानों ने अपने रक्त से जो इतिहास लिखा है, आने वाली पीढ़ियां उससे प्रेरणा लेती रहेंगी. आने वाली पीढ़ियां उसको नमन करती रहेंगी, वंदन करती रहेंगी. അഭിമാനത്തിന്റെ ത്രിവർണ്ണ പതാക കാർഗിൽ ഭൂമിയിൽ ഉയർന്നു പാറി. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.